ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ. കൊച്ചിയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. ഷിപ്പിംഗ്, ജലഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട 4000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നാളെ കൊച്ചിയിൽ തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികൾ സമുദ്രമേഖലയിൽ രാജ്യത്തിന്റെ സ്ഥാനം ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. രാജ്യത്തിലെ സ്റ്റാർട്ടപ്പുകൾ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ദേശീയ സ്റ്റാർട്ടപ്പ് അവാർഡുകൾ കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ പൂർണ്ണമായും ജനങ്ങളിലെത്തിക്കുകയാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി കൊച്ചിയിലെത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി എറണാകുളം നഗരത്തിൽ നടക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കും. മഹാരാജാസ് കോളേജ് ഗ്രൌണ്ട് മുതൽ എറണാകുളം ഗസ്റ്റ് ഹൌസ് വരെയുള്ള റോഡ് ഷോയിൽ 1,50,000 പേർ പങ്കെടുക്കുന്നുണ്ട്. നാളെ ഹെലികോപ്റ്റർ മാർഗ്ഗം ഗുരുവായൂരിലെത്തുന്ന പ്രധാനമന്ത്രി ഗുരുവായൂർ, തൃപ്രയാർ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. ഗുരുവായൂരിൽ മുൻ MP സുരേഷ് ഗോപിയുടെ മകളുടേതുൾപ്പെടെ 4 വിവാഹ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കും. പിന്നീട് കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിൽ നടക്കുന്ന ചടങ്ങിൽ തുറമുഖ, ഷിപ്പിംഗ്, ജലഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട 4000 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ ന്യൂ ഡ്രൈഡോക്ക്, കപ്പൽ അറ്റകുറ്റപ്പണിക്കായുള്ള അന്താരാഷ്ട്ര കേന്ദ്രം, പുതുവൈപ്പിനിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ LPG ഇറക്കുമതി ടെർമിനൽ എന്നിവയാണ് പ്രധാനമന്ത്രി നാളെ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 1799 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ന്യൂ ഡ്രൈഡോക്ക് കരുത്തുറ്റ ലോഡിംഗ് സംവിധാനത്തോടുകൂടിയതാണ്. കൊച്ചിയെ ഒരു ആഗോള കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്താരാഷ്ട്ര ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി സജ്ജമാക്കിയിട്ടുള്ളത്. പുതുവൈപ്പിനിലാണ് 1236 കോടി രൂപ ചെലവിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ LPG ഇമ്പോർട്ട് ടെർമിനൽ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം മറൈൻ ഡ്രൈവിൽ നടക്കുന്ന BJP നേതാക്കളുടെ യോഗത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്നും നാളെയും കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും നാളെ അതിരാവിലെ 3 മണി മുതൽ ഉച്ചവരെയുമായിരിക്കും നിയന്ത്രണം. പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യുന്ന കൊച്ചി കപ്പൽശാലയുടെ പുതിയ ഡ്രൈഡോക്കും കപ്പൽ അറ്റകുറ്റപ്പണികൾക്കായുള്ള അന്താരാഷ്ട്ര കേന്ദ്രവും കൊച്ചിയെ കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി മേഖലയിലെ സുപ്രധാന കേന്ദ്രമാക്കി മാറ്റുമെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ. ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ ഡ്രൈഡോക്കിംഗ് സൌകര്യവും അറ്റകുറ്റപ്പണിക്കായുള്ള കേന്ദ്രവുമാണ് കൊച്ചിയിൽ ഒരുങ്ങുന്നത്. ഇത് സമുദ്രമേഖലയിൽ രാജ്യത്തിന്റെ സ്ഥാനമുയർത്തുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 10 വർഷ കാലയളവിൽ കേന്ദ്ര സർക്കാർ നികുതി വ്യവസ്ഥയിൽ ഏർപ്പെടുത്തിയ പുരോഗമനപരമായ മാറ്റങ്ങൾ മൂലം രാജ്യത്തിന് റെക്കോർഡ് നികുതി വരുമാനം നേടാനായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നികുതിദായകരായ ജനങ്ങൾക്കുവേണ്ടി വിവിധ ക്ഷേമ പദ്ധതികളുടെ രൂപത്തിൽ സേവനം തിരികെ നൽകാൻ സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ സത്യസായി ജില്ലയിൽ നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് നർക്കോട്ടിക്സ് ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. हमने GST के रूप में देश को एक आधुनिक व्यवस्था दी, इनकम टैक्स सिस्टम को भी आसान बनाया, देश में फेसलेस टैक्स असेसमेंट सिस्टम शुरू किया. इन सारे रिफॉर्म्स के कारण आज देश में रिकॉर्ड टैक्स कलेक्शन हो रहा है. और जब सरकार का टैक्स कलेक्शन बढ़ा है तो सरकार जनता का पैसा विभिन्न योजनाओं के जरिए जनता को लौटा भी रहा है. അമൃത് കാലഘട്ടത്തിൽ വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയെ രാജ്യത്തെ നവസംരംഭങ്ങൾ നിർവചിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സ്റ്റാർട്ടപ്പ് സ്റ്റേറ്റ് റാങ്കിംഗ് അവാർഡുകൾ അദ്ദേഹം വിതരണം ചെയ്തു. എല്ലാ പ്രായത്തിലുമുള്ളവർക്ക് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാമെന്നും രാജ്യപുരോഗതിയിൽ പങ്കാളികളാകാമെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷൻ വഴി നവസംരംഭങ്ങളെ പരിപോഷിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് ശ്രീ ഗോയൽ അഭിപ്രായപ്പെട്ടു. 2030ഓടെ റോഡ് അപകട മരണനിരക്ക് 50% കുറയ്ക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ റോഡ് സുരക്ഷ സംബന്ധിച്ച ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
മദ്യ ഉൽപാദനത്തിന്റെ അസംസ്കൃത വസ്തുവായ മൊളാസസിന് കേന്ദ്ര സർക്കാർ 50% കയറ്റുമതി തീരുവ ചുമത്തി. ഭക്ഷ്യ എണ്ണയുടെ കുറഞ്ഞ ഇറക്കുമതി തീരുവ അടുത്ത വർഷം മാർച്ച് വരെ തുടരും. ഇത് സംബന്ധിച്ച് കേന്ദ്ര ധനമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനം വ്യാഴാഴ്ച മുതൽ നിലവിൽ വരും. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള ആചാരപരമായ ചടങ്ങുകൾക്ക് തുടക്കമായി. 22-ന് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കും. വീടുകളുടെ ചുറ്റുപാടുകളും ആരാധനാലയങ്ങളും വൃത്തിയായി സൂക്ഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ. പ്രധാനമന്ത്രിയുടെ സ്വച്ഛ് തീർത്ത് ക്യാമ്പയിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലെ ഹനുമാൻ മന്ദിർ കോംപ്ലക്സിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാം സമ്മേളനത്തോടനുബന്ധിച്ച് വനിതാ നേതൃത്വം അഥവാ വി ലീഡ് പരിപാടിയുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനിയും ഹർദീപ് സിംഗ് പുരിയും സംയുക്തമായി നിർവഹിച്ചു. കേന്ദ്ര സർക്കാർ പദ്ധതികളിലൂടെ രാജ്യത്ത് സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വിവിധ വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളതായി ശ്രീമതി സ്മൃതി ഇറാനി പറഞ്ഞു. സ്ത്രീ കേന്ദ്രീകൃതമായ ഒരു വികസന മാതൃകയിൽ നിന്ന് സ്ത്രീകൾ നയിക്കുന്ന വികസന മാതൃകയിലേക്ക് ഇന്ത്യ മാറിയെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കുചേരും. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ പൂർണ്ണമായും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. അടിസ്ഥാന സൌകര്യ വികസനത്തിനൊപ്പം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്നും കോട്ടയം നഗരസഭയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. 2047-ൽ ഇന്ത്യയെ ലോകത്തെ ഒന്നാമത്തെ വികസിത രാജ്യമാക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. இந்த நாடு, இந்த தேசம் மிக வேகமாக வளர்ந்திருக்கிற அதே நேரத்தில் 2047 டெவலப்டு நேஷனாக, ப்ரொக்ரெசிவ் நேஷனாக, வளர்ந்த பாரதமாக, விக்சித் பாரதமாக இருக்கணுன்றதற்காக நம்முடைய பிரதம மந்திரி ஸ்ரீ நரேந்திர மோடி அவர்கள் கடந்த 10 ஆண்டுகளாக இந்த தேசத்தை மிக வேகமாக முன்னேற்றிக் கொண்டிருக்கிறார்கள். ഇന്ന് പമ്പയിലെത്തുന്ന കേന്ദ്രമന്ത്രി നാളെ രാവിലെ ശബരിമലയിൽ ദർശനം നടത്തും. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളം ഒന്നാമത്. വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറാക്കിയ 2022ലെ റാങ്കിങ്ങിൽ ഗുജറാത്ത്, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളോടൊപ്പമാണ് കേരളം ഒന്നാം സ്ഥാനം പങ്കിട്ടത്. ശബരിമലയിൽ ഭക്തജന പ്രവാഹം തുടരുകയാണ്. തിരുവാഭരണങ്ങൾ അണിഞ്ഞുള്ള അയ്യപ്പ ദർശനം വ്യാഴാഴ്ച വരെ ഉണ്ടാവും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ ബംഗളൂരുവിൽ നടക്കും. കഴിഞ്ഞ 2 മത്സരങ്ങളിലും വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞു. ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ എച്ച്.എസ്. പ്രണോയ് 2ാം റൌണ്ടിൽ കടന്നു. ഇന്ന് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ലക്ഷ്യ സെൻ പ്രിയാൻഷു രജാവത്തിനെ നേരിടും. വനിതാ ഡബിൾസിൽ ഗായത്രി ഗോപിചന്ദ് ട്രീസ ജോളി സഖ്യം ജാപ്പനീസ് സഖ്യത്തോട് പരാജയപ്പെട്ടു. ഒളിമ്പിക്സ് വനിതാ ഹോക്കി യോഗ്യതാ ഫൈനൽ പൂൾ മത്സരത്തിൽ ഇന്ത്യ ഇറ്റലിയെ നേരിടുന്നു. റാഞ്ചിയിലാണ് മത്സരം. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ കനത്ത മഴയിൽ 12 മരണം. നഗരത്തിലെ വീടുകളും ആശുപത്രികളും മെട്രോ പാതയും വെള്ളത്തിനടിയിലായി. സംസ്ഥാനത്തുടനീളമുള്ള 18 പട്ടണങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതായി അധികൃതർ അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി മത്സരത്തിൽ നിന്നും ഇന്ത്യൻ അമേരിക്കൻ സംരംഭകൻ വിവേക് രാമസ്വാമി പിന്മാറി. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് വിവേക് രാമസ്വാമിയുടെ പിന്മാറ്റം. ഉത്തരേന്ത്യയിൽ അതിശൈത്യം അടുത്ത 2 ദിവസങ്ങൾ കൂടി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ ശക്തമായ തണുപ്പ് തുടരും. അടുത്ത 5 ദിവസങ്ങളിൽ സംസ്ഥാനങ്ങളിൽ മൂടൽമഞ്ഞ് തുടരാനും സാധ്യതയുണ്ട്. മൂടൽമഞ്ഞ് മൂലം വിമാന സർവീസുകൾ തടസ്സപ്പെടുന്നത് കണക്കിലെടുത്ത് രാജ്യത്തെ 6 മെട്രോ വിമാനത്താവളങ്ങളിൽ വാർ റൂമുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. യാത്രക്കാരുടെ അസൌകര്യം സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി വിമാനത്താവളങ്ങളും എയർലൈൻ ഓപ്പറേറ്റർമാരും 6 മെട്രോ വിമാനത്താവളങ്ങളിലും ദിവസേന 3 തവണ സംഭവങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് നൽകണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ. കൊച്ചിയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. ഷിപ്പിംഗ്, ജലഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട 4000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നാളെ കൊച്ചിയിൽ തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികൾ സമുദ്രമേഖലയിൽ രാജ്യത്തിന്റെ സ്ഥാനം ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. രാജ്യത്തിലെ സ്റ്റാർട്ടപ്പുകൾ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ദേശീയ സ്റ്റാർട്ടപ്പ് അവാർഡുകൾ കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ പൂർണ്ണമായും ജനങ്ങളിലെത്തിക്കുകയാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.